ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നും നമ്മൾ സ്ഥിരം പോലെ തന്നെ ബോർഡർ ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡിസൈന് ഏതൊരു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 4 സൈഡിലും ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു ക്ലൗഡ് രൂപത്തിലുള്ള പിക്ചർ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും വളരെ പെട്ടെന്ന് ക്ലൗഡ് രൂപത്തിലുള്ള ഇങ്ങനത്തെ ഓരോന്ന് വരച്ചെടുക്കാം. സിമ്പിളല്ലേ? ശേഷം നമുക്കറിയാമല്ലോ ഇതിൻ്റെ കളറ് നമുക്ക് ചെയ്യണം. ബ്ലൂ കളറ് നമുക്ക് ഫില്ല് ചെയ്തിട്ട് നല്ല ഭയങ്കര ഭംഗിയായിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. അടുത്ത ഡിസൈന് നമുക്ക് ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഡിസൈനാണ്. അറിയാമല്ലോ, ഇതിൻ്റെ അധിക ക്രാഫ്റ്റിൽ നിങ്ങൾ കാണുന്നത് ഒരു ലീഫ് മയം ഉണ്ടാവും എല്ലായിടത്തും, ഒരു പച്ചമയം. അപ്പോൾ ഒരു കാടിളകി വരുന്നൊരു ഫീലാണ് അപ്പോൾ ഈ ഒരു ഡിസൈന് നമുക്ക് തരുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ കുറേ ഇലകളൊക്കെ ഇങ്ങനെ വരയ്ക്കാം, സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലത്തെ പച്ച നിറം തന്നെ, ഇലക്ക് വേറെ കളർ കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ പച്ച നിറം കൊടുക്കുക. അപ്പോൾ പച്ച നിറം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഞാനിവിടെ കൊടുക്കുന്നത് ലൈറ്റ് പച്ചയാണ്. ഇടവിട്ട് ലൈറ്റ് പച്ച കൊടുക്കുക നമ്മൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാർക്ക് പച്ച എടുക്കുക. അത് ബാക്കി ഇലകളിൽ നമ്മൾ ഫില്ല് ചെയ്യാത്ത ഇലകളിൽ അതും കൊടുക്കുമ്പോൾ ഒരു വേറൊരു ഭംഗി കിട്ടും. ഫുൾ ലൈറ്റ് ഗ്രീൻ കൊടുക്കുമ്പോൾ ആ ഭംഗി കിട്ടില്ല. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം ഉണ്ടാവണമല്ലോ. അപ്പോൾ അടുത്ത ഡിസൈന് ഈ ലാവൻഡർ ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഒരു പൂവ് വരച്ചെടുക്കുന്നു. ഒന്നുമല്ല, നമുക്ക് ഒരുപാട് പൂവുകൾ ഇതേപോലെ വരച്ചെടുക്കണം. അങ്ങനെ അതാ പൂവൊക്കെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ എനിക്ക് ഇതിലും വേണം ഒരു പച്ച കളറ്. അപ്പോൾ പൂവുകളൊക്കെ വരച്ച ശേഷം ഞാൻ ഇതിനൊരു കുറച്ച് ഭംഗി കൂട്ടാൻ, എനിക്ക് ഭംഗി വരണം എന്ന് തോന്നുന്നെങ്കിൽ എനിക്ക് എപ്പോഴും ലീഫ് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലീഫൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലവറിലും ഒരു 2-3 ലീഫ് ഇതേപോലെ പെൻസിൽ കളർ വെച്ചിട്ട് തന്നെയാണ് വരച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇതിന് ഒരു ലുക്ക് വരാനും നമ്മൾ ഔട്ടർ കളറായിട്ട് ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ ലുക്ക് തന്നെ അപ്പോൾ നമുക്ക് മാറിക്കിട്ടും, ഒന്നുകൂടി വൃത്തിയാവുകയും ചെയ്യും, നല്ല സ്റ്റൈലും. പിന്നെ ഈ വര അത് വേണമെങ്കിൽ വരച്ചാൽ മതി കേട്ടോ, ഒരു കോലുമില്ലല്ലേ വരച്ചിട്ട്. അടുത്ത ഡിസൈൻ ഏതൊരു വാക്കും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. ചെറിയ മഞ്ഞ പൂക്കൾ വരച്ചു കൊടുക്കുക. പെൻസിൽ കളറും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതും വരയ്ക്കുന്നത്.
പെൻസിൽ കളർ ഉപയോഗിച്ചിട്ട് ചെറുപറ 3 ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അവിടെയും വരച്ചു കൊടുക്കുന്നുണ്ട് 3 ഫ്ലവർ. പിന്നെയും വന്നു പച്ച ഗൈസ്. ഇതാ പിന്നെയും ഞാൻ പച്ച കളർ എടുത്തിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ലീഫ് ഒന്ന് തോന്നിക്കുന്ന രീതിയിൽ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പച്ച കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിനെ ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെം വരയ്ക്കുന്നത്. പിന്നെ ശേഷം ഒരു ഔട്ടർ ലൈൻ എന്നുള്ള രീതിയിൽ ഈ ഒരു രൂപത്തിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പാറ്റേണും കംപ്ലീറ്റ് ആവും. അടുത്ത പാറ്റേൺ ഈ ബോർഡറൊന്നും എനിക്ക് വരയ്ക്കാൻ അറിയില്ലേ എന്ന് പറയുന്ന ആൾക്കാർക്ക്, അതേപോലെ മടിയുള്ള ആൾക്കാർക്കൊക്കെ വരയ്ക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ബോർഡർ ലൈനാണ്. ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, കുത്തിവര ആകെ കൂടിയല്ല കളർ കൊടുത്തിട്ട് അങ്ങോട്ട് കുത്തി വരയ്ക്കാൻ ഗൈസ്. അപ്പോൾ പണ്ട് ഞാൻ TTCക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ബോർഡർ വരച്ചു എന്നൊക്കെ പറഞ്ഞ് വരുന്ന എൻ്റെ ഫ്രണ്ട്സിന് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇങ്ങനെയൊക്കെ വരയ്ക്കാം നമുക്ക്, നമ്മൾ എന്ത് കുത്തി വരച്ചാലും അത് ബോർഡറാണ്. അപ്പോൾ ബോർഡർ ലൈനായിട്ട് ഇതാ എല്ലാ കളേഴ്സും എടുക്കുക, നിറയെ അങ്ങോട്ട് കുത്തി വരയ്ക്കുക. അതിൻ്റെ മുകളിലും എല്ലാം തിരിച്ചും മറിച്ചൊക്കെ വരച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ബോർഡർ ലൈനാവും, ഭംഗി അങ്ങനെ തന്നെ ഒരു ഭംഗി അതിന് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ആ കുത്തി അരച്ചുകൊണ്ട് ഇതാ ഈ ഒരു ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡർ ലൈൻ ഒന്നും വരയ്ക്കാൻ അറിയില്ല ഇനി പറയരുത്. അപ്പോൾ ഇതിലൊക്കെ നോക്കിയിട്ട് ബോർഡർ ലൈനൊക്കെ വരച്ച് അസൈൻമെൻറ്റിന് മൊഞ്ച് കൂട്ട്. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നിങ്ങൾക്കായിട്ട് വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്തതല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ.